ഇന്ന് നമുക്ക് അർജുൻ അശോകൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന തലവര എന്ന മലയാളം ഫീൽ ഗുഡ് സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ചെറുപ്പം മുതൽ വെള്ളപ്പാണ്ട് ബാധിച്ച നായകൻ. അവനെ ആരും തന്നെ പ്രണയിച്ചിട്ടില്ല. ആകെ അവന് പ്രണയം തോന്നിയ പെണ്ണ് വെള്ളപ്പാണ്ട് പടരുമോ എന്ന് പേടിച്ച് അവനെ വിട്ടിട്ടും പോയി. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ഒരു പെൺകുട്ടി അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരിക്കലും അവനെ ഉപേക്ഷിച്ച് പോകില്ല എന്നും അവൾ വാക്കുകൊടുത്തു. അത്രയ്ക്കും സീരിയസ് ആയിരുന്നു അവൾ. നായകന് സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് ആഗ്രഹമാണ്. പക്ഷേ തന്റെ കുറവുകൾ കാരണം താൻ ഒരിക്കലും ഒരു നടനാകാൻ കഴിയില്ല എന്ന തോന്നൽ അവനുണ്ടായിരുന്നു. എന്നാൽ ആ പെൺകുട്ടിയും അവനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. പോകുന്ന ഓഡീഷൻ എല്ലാം അവൻ അപമാനിക്കപ്പെട്ടു. അവന്റെ രൂപത്തെ അവർ അപമാനിച്ചു. ജീവിതമേ മടുത്ത് ഒരു ദിവസം നായകനെ കാണാതായി. പിന്നീട് എന്തൊക്കെ സംഭവിച്ചു? അവൻ ആഗ്രഹിച്ചതുപോലെ സിനിമയിൽ അഭിനയിക്കാനായോ എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് അന്നേ ദിവസം റിലീസായ സിനിമയുടെ പബ്ലിക് റിവ്യൂ എടുക്കുന്നതാണ്. റിവ്യൂ എടുക്കുന്നതിനിടയിൽ ഒരാളാണെങ്കിൽ മുഖം പൊത്തിക്കൊണ്ടു പോകുന്നു. അവനാണ് നമ്മുടെ കഥാനായകനായ ജ്യോതിഷ്. ഈ ജ്യോതിഷ് ഒരു സിനിമാ ഭ്രാന്തനാണ്. വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ താൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും എന്തെങ്കിലും കള്ളം പറഞ്ഞ് സിനിമ കാണുവാനായിട്ട് പോകും. അവന് സിനിമ കാണൽ മാത്രമല്ല, ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നും അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ എവിടെ നടക്കാൻ? അവന്റെ സ്കിന്നില് ചെറിയ പ്രശ്നമുണ്ട്. ചെറുതല്ല, അത്യാവശ്യം വലിയ പ്രശ്നമാ. അവന് വെള്ളപ്പാണ്ടുണ്ട്. അത് കാരണം തന്നെ എവിടെ പോയാലും അവൻ അപമാനിക്കപ്പെടാറുള്ളതാണ്. എന്നാൽ അന്നേ ദിവസം ജ്യോതിഷ് അച്ഛന് സുഖമില്ല എന്ന് കള്ളം പറഞ്ഞിട്ടാണ് സിനിമ കാണാൻ പോയത്. അതാണെങ്കിലോ ഓണർ പൊക്കി. അതോടുകൂടി ജ്യോതിഷിന്റെ ജോലിയും പോയി. ജ്യോതിഷാണെങ്കിലോ എല്ലാ സ്ഥലങ്ങളിലും ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷേ അവന്റെ സ്കിന്നിന് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അവനെ അപമാനിച്ചിറക്കി വിടാറാണ് ചെയ്യുന്നത്. എവിടെ ചെന്നാലും അവൻ അപമാനം പതിവായിരുന്നു. അവനെ ഒരു വിചിത്രമായ ഒരു ജീവിയെ പോലെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. അവന് ആകെയുള്ള കൂട്ടുകാർ പോലും അവനെ ഓരോ പേര് പറഞ്ഞാണ് കളിയാക്കുന്നതും. കൂടുതലായും അവനെ വിളിക്കുന്നത് പാണ്ഡ എന്നാണ്. പക്ഷേ ജ്യോതിഷനാണെങ്കിലോ അതത്ര ഇഷ്ടമേ അല്ല. ഒരു ദിവസം ജ്യോതിഷിന്റെ സഹോദരി പുറത്തു പോയിട്ട് തിരികെ വന്നില്ല. ജ്യോതിഷിന്റെ അച്ഛനും അമ്മയും ജ്യോതിഷും കൂടി അവിടെ ആകെ അന്വേഷിക്കുന്നു. അപ്പോഴാണ് ജ്യോതിഷിന്റെ കൂട്ടുകാരനായ ഗണേഷ് എന്നൊരു ഓട്ടോ ഡ്രൈവർ ഉണ്ട്. അവനൊപ്പം ജ്യോതിഷിന്റെ സഹോദരി ഒളിച്ചോടിപ്പോയി എന്നുള്ള കാര്യം അറിയുന്നതും. ഗണേഷും ജ്യോതിഷിന്റെ സഹോദരിയും വിവാഹം കഴിച്ചവന്റെ വീട്ടിൽ കയറുന്നതിന് മുൻപ് തന്നെ ജ്യോതിഷും അമ്മയും അവിടെ എത്തി വല്ലാതെ പ്രശ്നമുണ്ടാക്കുന്നു. നിന്നെ ഞാൻ നല്ലൊരാൾക്ക് കെട്ടിച്ചു കൊടുക്കത്തില്ലായിരുന്നോടി എന്ന് ചോദിക്കുന്ന സമയത്ത് സഹോദരി പറയുന്നതോ, നമ്മൾ താമസിക്കുന്ന വീട് കണ്ടാലും മതി, ആരെങ്കിലും വരും, പിന്നെ നിങ്ങളുടെ മോന്റെ മുഖം കണ്ടാലും മതിയെന്ന് ജ്യോതിഷിനെയും കുറ്റം പറയുന്നു. അത് ജ്യോതിഷിന് വല്ലാതെ ഫീൽ ചെയ്തു. അതോടുകൂടി നീ എങ്ങനെയോ ജീവിക്കേ എന്ന് പറഞ്ഞ് ശപിച്ചുകൊണ്ടാണ് അമ്മ അവിടെ നിന്ന് പോകുന്നതും. ജ്യോതിഷാണെങ്കിലോ ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി അന്വേഷിച്ച് നടന്നു. എങ്ങും കിട്ടിയില്ല. അവസാനം ഒരു സൂപ്പർ മാർക്കറ്റിൽ അവന് ജോലി കിട്ടുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് ജ്യോതിഷിന്റെ കൂട്ടുകാരിൽ ഒരാളായ ശ്യാമാണെങ്കിൽ ഒരുങ്ങി സുന്ദരനായി വരികയാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോഴോ, ശ്യാമിന്റെ വീട്ടിലെ മുകളിലത്തെ നില വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അവിടെ പുതിയ താമസക്കാർ വന്നു. അതിലൊരു പെൺകുട്ടിയുണ്ടെന്ന് അറിഞ്ഞു. അതുകൊണ്ടാണ് ശ്യാം ഇങ്ങനെ ഒരുങ്ങി സുന്ദരനായി നടക്കുന്നത്. അത് കേട്ടതും ബാക്കി മൂന്ന് കൂട്ടുകാരും കൂടി ശ്യാമിന്റെ കൂടെ ആ വീടിന്റെ പരിസരത്തേക്ക് പോവുകയാണ്. ജ്യോതിഷിനോട് വരുന്നോന്ന് ചോദിച്ചപ്പോൾ എനിക്കതിനൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ വീടിന് മുന്നിലെത്തി പെൺകുട്ടിയെ കാണുവാനായിട്ട് വെയിറ്റ് ചെയ്തു നിന്നു. എന്നാൽ പെൺകുട്ടിയാണെങ്കിലോ പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് ഇംപ്രസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പറക്കി സഹായിച്ചു കൊടുത്തത് ശ്യാമും കൂട്ടരുമായിരുന്നു. അതേസമയം തന്നെ ആ വാടക വീട്ടിൽ താമസിക്കുവാനെത്തിയ ഒരു പെൺകുട്ടിയുണ്ടെന്ന് പറഞ്ഞില്ലേ, അവളുടെ പേരാണ് സന്ധ്യ. സന്ധ്യ സാധനം വാങ്ങുവാനായി എത്തിയിരിക്കുന്നത് നമ്മുടെ ജ്യോതിഷ് ജോലി ചെയ്യുന്ന അതേ സൂപ്പർ മാർക്കറ്റിലേക്ക്. ബില്ലടിക്കുവാനായി വന്ന് നിൽക്കുന്ന സമയം തന്നെ ജ്യോതിഷിനോട് അവിടെ വർക്ക് ചെയ്യുന്ന മറ്റൊരു ചേച്ചിയാണെങ്കിലോ, നിന്റെ കൂട്ടുകാരെല്ലാവരും എവിടെ പോയടാന്ന് ചോദിക്കുമ്പോൾ, അതോ ശ്യാമിന്റെ വീടിന്റെ മുകളിലത്തെ നിലയില് ഒരു വീട്ടുകാർ താമസത്തിന് വന്നിട്ടുണ്ട് വാടകയ്ക്ക്. അതിലൊരു പെൺകുട്ടിയുണ്ട്, അവളെ കാണാൻ പോയിരിക്കുകയാണെന്ന് പറയും. നീ എന്താ കാണാൻ പോകാത്തെന്ന് ചോദിച്ചപ്പോൾ അവൻ കണ്ട രീതിയിൽ പറയും, അതോ ഞാൻ ആ പെണ്ണിനെ കണ്ടതാ, ഒരു നാഗവല്ലിയെ പോലെ ഇരിക്കുമെന്നും ശ്യാമ് പറയുന്നു. ഇതെല്ലാം സന്ധ്യ കേട്ടുകൊണ്ട് നിൽക്കുകയാ. സന്ധ്യക്ക് ദേഷ്യം വരും. സന്ധ്യയാണെങ്കിലോ വാങ്ങിയ സാധനങ്ങൾക്ക് ബില്ലടിക്കാതെ ഇറങ്ങിപ്പോകുവാനായി ഒരുങ്ങുന്നു. ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ്സിൽ വന്ന് സന്ധ്യയുടെ തലയിടിക്കും. അതോടുകൂടി അവൾക്ക് വല്ലാത്ത തലവേദന വന്ന് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്റ്റാഫ് നമ്മുടെ ജ്യോതിഷിനോട് പറയും, നീ ആ സാധനങ്ങളെല്ലാം എടുത്ത് ഈ പെൺകുട്ടിയെ അവളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കുവാനായിട്ട്.
മനസ്സില്ലാ മനസ്സോടെ ജ്യോതിഷാണെങ്കിലോ അവളെയും കൂട്ടി വീട്ടിലേക്ക് പോകുവാനായി ഒരുങ്ങും. എവിടെയാണ് വീടെന്ന് ചോദിക്കുമ്പോൾ, നീ നേരത്തെ ഒരു നാഗവല്ലി എന്ന് പറഞ്ഞില്ലേ, ആ വീട്ടിലേക്ക് പോയാൽ മതിയെന്ന് പറയുന്നു. അതോടുകൂടി താൻ പറഞ്ഞ പെൺകുട്ടി അതാണെന്നുള്ള കാര്യം ജ്യോതിഷിന് മനസ്സിലായി. അവനാണെങ്കിൽ ആകെ നാണം കെട്ടു പോകും. അങ്ങനെ അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കുകയാണ് ചെയ്തതും. വീട്ടിലെത്തിയ ജ്യോതിഷാണെങ്കിലോ അമ്മ സങ്കടപ്പെട്ടിരിക്കുന്നതാണ് കാണുന്നത്. കാരണം അവർക്ക് നല്ലൊരു വീടില്ല, ജ്യോതിഷനാണെങ്കിലോ നല്ലൊരു ജോലിയുമില്ല. ഇങ്ങനെ പോയാൽ ആഗ്രഹിച്ചതുപോലെ ഒരു കൊച്ചു വീട് നമ്മൾ എങ്ങനെയാ വെക്കുന്നത് എന്ന വേവലാതിയായിരുന്നു അമ്മയ്ക്ക്. അതെല്ലാം കേട്ടുകൊണ്ടുന്ന ജ്യോതിഷന് ആകെ വിഷമമാകും. എന്തെങ്കിലും ചെയ്യണമെന്നും അവൻ ചിന്തിക്കും. അടുത്ത ദിവസം തന്നെ ഫോറിൻ കൺട്രിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഏജൻസിയെ സമീപിക്കാമെന്ന് കരുതി ഒരു ഏജൻസിയിലെത്തുന്നു. എന്നാൽ അവിടെ വർക്ക് ചെയ്യുന്നതോ സന്ധ്യയായിരുന്നു. സന്ധ്യയോട് UK പോകുന്നതിന് എത്ര രൂപ ചിലവാകുമെന്ന് ചോദിക്കുമ്പോൾ 20 ലക്ഷം ആകുമെന്നും സന്ധ്യ പറയും. അത് കേട്ടതോടുകൂടി ജ്യോതിഷിന്റെ കണ്ണു തള്ളി. അവൻ അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെയിരിക്കെ അവരുടെ നാട്ടില് ഉത്സവം നടക്കുകയാണ്. ഉത്സവത്തിൽ നാടകം കളിക്കുവാനായിട്ട് ജ്യോതിഷിന്റെ അച്ഛനും ഉണ്ടായിരുന്നു. ഈ അച്ഛനാണെങ്കിലോ ഒരു സിനിമാ ഭ്രാന്തനാണ്. സിനിമയിൽ അഭിനയിക്കണമെന്നൊക്കെയായിരുന്നു അച്ഛന്റെ ആഗ്രഹം. ഏത് സിനിമ ഇറങ്ങിയാലും അമ്മയുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിക്കൊണ്ട് അച്ഛൻ പോകുന്നത് പതിവായിരുന്നു. അങ്ങനെ അച്ഛനൊപ്പം സിനിമ കാണാൻ പോയിയാണ് ജ്യോതിഷിനും സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായതും. അങ്ങനെ നാടകത്തിന്റെ കാര്യങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്ന സമയത്ത് മറ്റൊരു വശത്തോ ജ്യോതിഷിന്റെ കൂട്ടുകാരാണെങ്കിലോ സന്ധ്യ എങ്ങനെയെങ്കിലും സെറ്റാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കനലിലൂടെ നടക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് സന്ധ്യയും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ശ്യാമാണെങ്കിലോ ജ്യോതിഷിനെ മാറ്റി നിർത്തിയിട്ട് പറയും, എടാ, നീ സന്ധ്യയോട് ചെന്ന് പറ, അവൾക്ക് വേണ്ടിയിട്ടാ ഞാൻ ഈ കനലിലൂടെ നടന്നതെന്ന്. അങ്ങനെ ജ്യോതിഷിനെ പറഞ്ഞു വിടുകയാണ് സന്ധ്യയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ജ്യോതിഷിനെ കാണുന്ന സന്ധ്യ ചോദിക്കുന്നത്, ഇന്നലെ എന്താ 20 ലക്ഷം എന്ന് കേട്ടപ്പോൾ അപ്പോഴേ ഇറങ്ങിപ്പോയത്? അപ്പോൾ അവൻ പറയുന്നത്, എന്റെ വീട് വിറ്റാൽ പോലും, അല്ല, വിൽക്കാനായിട്ട് വീടില്ല, അങ്ങനെ വിറ്റാൽ പോലും 20 ലക്ഷമൊന്നും എടുക്കാൻ എന്റെ കയ്യിലില്ല എന്നുള്ള കാര്യം ജ്യോതിഷ് പറയുന്നു. അതാണോ പേടി? ലോണൊക്കെ കിട്ടും, അവിടെ പോയി ജോലിയൊക്കെ റെഡിയായതിനു ശേഷം പതിയെ പതിയെ ശമ്പളത്തിൽ നിന്ന് കൊടുത്തു തീർത്താൽ മതി. നാളെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമായിട്ട് വരുവാനായിട്ടും ജ്യോതിഷിനോട് പറയുന്നു. അതേസമയം തന്നെ ശ്യാം പറഞ്ഞ ടോപ്പിക് എടുത്തിടുകയാണ് ജ്യോതിഷ്. ദേ, ആയിരിക്കുന്ന കൂട്ടുകാരനില്ലേ ശ്യാമ്, അവൻ സന്ധ്യയ്ക്ക് വേണ്ടിയിട്ടാ കനലിലൂടെ നടന്നത്. ഞാൻ അവനോട് പറഞ്ഞതാ സന്ധ്യയ്ക്ക് വേറെ ലൈനൊക്കെ കാണുമെന്ന്. മലർമിസിന് കണക്കല്ലേ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അത് കേട്ട സന്ധ്യ പറയുന്നത്, ആദ്യം നാഗവല്ലി, ഇപ്പോൾ മലർമിസ് ആയില്ലേ എന്ന് പറയും. സത്യത്തിൽ ശ്യാമിന് വേണ്ടിയിട്ട് ലവ് പറയുവാൻ വേണ്ടി വന്നപ്പോഴോ സന്ധ്യയ്ക്കാണെങ്കിൽ ജ്യോതിഷിന്റെ സ്വഭാവം അങ്ങ് ഇഷ്ടമായി. അടുത്ത ദിവസം ജോബിന് അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമായിട്ട് ജ്യോതിഷ് എത്തും. പക്ഷേ ഇത് സ്കൂൾ ടൈമിൽ എടുത്ത ഫോട്ടോയായിരുന്നു. ഇതൊന്നും പറ്റില്ല, ഇപ്പോഴുള്ള ഫോട്ടോ വേണമെന്നും അവൾ പറയുന്നു. അങ്ങനെ പല തവണയായിട്ട് ഇവർ ഈ ജോബിന്റെ കാര്യത്തിന് കണ്ടുമുട്ടി ഇവർക്കിടയിൽ ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വളരുന്നു. സന്ധ്യയ്ക്ക് യഥാർത്ഥത്തിൽ ജ്യോതിഷിനോട് പ്രണയമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇവർ കറങ്ങാനൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഒരു ദിവസം സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുന്നത് ശ്യാം കണ്ടു. ശ്യാമിനാണെങ്കിൽ അത് സഹിക്കാനായില്ല. അന്നേ ദിവസം മദ്യപിച്ച് വീലായി ജ്യോതിഷിനടുത്ത് എത്തിയിട്ട്, എടാ, എനിക്ക് വേണ്ടിയിട്ട് അവളെ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നീ അവളെ സെറ്റ് ചെയ്തല്ലേടാന്ന് ചോദിക്കും. എന്നാൽ അവൻ പറയുന്നതോ, അത് വെറുതെ, ഞങ്ങൾ ഫ്രണ്ട്സാ, അവൾ വിളിച്ചപ്പോൾ ഞാൻ സിനിമയ്ക്ക് പോയി, അത്രയേ ഉള്ളൂ എന്ന് ജ്യോതിഷ് പറയുമ്പോഴും അതൊന്നും കേൾക്കുവാനായിട്ട് ശ്യാം കൂട്ടാക്കുന്നതേയില്ല. ശ്യാമിനാണെങ്കിലോ വല്ലാത്ത ദേഷ്യമായിരുന്നു. അതേസമയം തന്നെയായിരുന്നു സന്ധ്യ അവനെ ഫോൺ വിളിക്കുന്നതും. അപ്പോൾ തന്നെ കോള് കട്ട് ചെയ്ത് കളഞ്ഞ് അവളെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തതും. അടുത്ത ദിവസം പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുവാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയിലേക്ക് എത്തുകയാണ്. പക്ഷേ അവിടെ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ജ്യോതിഷ് പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അതേസമയം തന്നെ ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടറും ബാക്കിയുള്ളവരും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അതും അവർ വല്ലാത്ത ടെൻഷനിലായിരുന്നു. പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്യേണ്ട ഒരു പയ്യനാണെങ്കിൽ വന്നിട്ടില്ല. ഇനി എന്ത് ചെയ്യും? അന്നുകൊണ്ട് അവർ ആ ഒരു ഷോർട്ട് ഫിലിം കംപ്ലീറ്റ് ചെയ്യുവാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു ജ്യോതിഷിനെ കാണുന്നതും. ഉടനെ തന്നെ ഡയറക്ടർ പയ്യൻ ജ്യോതിഷിനോട്, ഞാനൊരു വേഷം തന്നാൽ അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. ജ്യോതിഷിന് വല്ലാത്ത താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും അവന് വല്ലാത്ത പേടിയായിരുന്നു. എന്റെ ഈ ഒരു സ്കിന്നൊക്കെ വെച്ച് ഞാൻ എങ്ങനെ അഭിനയിക്കാനാന്ന് ചോദിക്കും. അതൊന്നും സാരമില്ല, അഭിനയിക്കാൻ ഇഷ്ടമാണോ എങ്കിൽ വായെന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ നിർബന്ധിച്ച് അവനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി. അങ്ങനെ അവനാണെങ്കിലോ ഒരുങ്ങി റെഡിയായി ഇരിക്കുകയാണ്. പക്ഷെ ക്യാമറ കണ്ടതും ജ്യോതിഷ് വീണ്ടും പതറാൻ തുടങ്ങി. എന്നാൽ ഡയറക്ടർ പയ്യൻ മോട്ടിവേറ്റ് ചെയ്ത് ജ്യോതിഷിനെ കൊണ്ട് അഭിനയിപ്പിക്കും. പക്ഷെ അവർ പ്രതീക്ഷിച്ചതിൽ നിന്നും അപ്പുറമായിരുന്നു ജ്യോതിഷ് അഭിനയിച്ചതും. അതുകൊണ്ട് തന്നെ സിനിമയിൽ അഭിനയിച്ച് വല്ല പരിചയമുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്, എന്റെ ഈ രൂപത്തിന് ആരെന്നെ സിനിമയിൽ എടുക്കാനാ
എന്നാണ് ജ്യോതിഷ് പറയുന്നതും. ജ്യോതിഷിന്റെ പെർഫോമൻസ് ഇഷ്ടമായ ഡയറക്ടർ പയ്യൻ നാളെ ഒരു ഓഡിഷൻ നടക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കാൻ വരാൻ പറ്റുമോ എന്ന് ചോദിക്കും. എന്നാലും ജ്യോതിഷാണെങ്കിലോ തന്റെ കുറവുകളെ പറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും. നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമെങ്കിൽ, അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു കാര്യമൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല, നിങ്ങളൊന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞ് ആ പയ്യൻ ജ്യോതിഷിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അടുത്ത ദിവസം ജ്യോതിഷ് അമ്മയോട് ഇന്റർവ്യൂവിന് പോകുന്നെന്ന് കള്ളം പറഞ്ഞ് കുറച്ച് കാശ് വാങ്ങി ഓഡിഷൻ അറ്റൻഡ് ചെയ്യുവാനും പോവുകയാണ്. എന്നാൽ അവിടെ എത്തുന്ന സമയത്ത് ജ്യോതിഷിന്റെ ഡ്രസ്സാണെങ്കിൽ കുറച്ച് കീറിയിരുന്നു. മാത്രമല്ല ജ്യോതിഷിന്റെ രൂപവും വെച്ച് അസിസ്റ്റന്റ് ഡയറക്ടർ വല്ലാതെ അവനെ അപമാനിക്കും. എല്ലാവർക്കും മുന്നിൽ വെച്ച് അപമാനിക്കുമെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് ജ്യോതിഷ് അകത്തേക്ക് പോകുന്നതും. ജ്യോതിഷിന്റെ പെർഫോമൻസ് കണ്ട് അവർക്ക് ഇഷ്ടമായി അവനോട് ഗേറ്റ് പാസ് വാങ്ങുവാനായും പറഞ്ഞു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്ന ജ്യോതിഷ് അസിസ്റ്റന്റ് ഡയറക്ടറിന് നന്നായിട്ടൊന്ന് ചൊറിഞ്ഞ് ഗേറ്റ് പാസ് വാങ്ങിക്കൊണ്ട് പോകുന്നു. മാത്രമല്ല അതേ സമയത്തൊന്നും സന്ധ്യ വിളിച്ചിട്ട് അവൻ കോൾ എടുക്കുന്നതേയില്ലായിരുന്നു. അങ്ങനെ സന്ധ്യയാണെങ്കിലോ സൂപ്പർ മാർക്കറ്റിൽ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്യും. വീട്ടിലേക്ക് അതും കൊണ്ട് വന്നത് ജ്യോതിഷായിരുന്നു. അല്ല, നിനക്ക് എന്താ പ്രശ്നം? നീ എന്താ ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കാത്തത്? ഞാൻ ഇല്ലാത്ത സമയം നോക്കി നീ ഓഫീസിൽ വന്ന് ഫോട്ടോയും കൊടുത്തിട്ട് പോയല്ലോ, നിനക്ക് എന്താ പ്രശ്നമെന്ന് സന്ധ്യ ചോദിക്കും. എന്നാൽ ജ്യോതിഷ് പറയുന്നത്, എന്റെ കൂട്ടുകാർ കരുതിയിരിക്കുന്നത് നമ്മൾ രണ്ടുപേരും ലൈനാണെന്നാ. പക്ഷേ അവന്മാരോട് നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ടും അവന്മാർ വിശ്വസിക്കുന്നതേ ഇല്ല എന്ന് പറയും. അത് കേട്ട് സന്ധ്യ പറയുന്നതോ, നമ്മൾ വെറും ഫ്രണ്ട്സോ? നീ ഇതിനു മുൻപ് ആരെയും പ്രണയിച്ചിട്ടില്ലേ എന്ന് ചോദിക്കും. പ്രണയിച്ചിട്ടുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ഓൺ സൈഡ് ഒന്നുമല്ല, നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ എന്ന് തൊട്ട് എനിക്ക് ഈ സ്കിന്നിൽ പ്രശ്നം വന്നോ ആ സമയം തൊട്ട് അവൾ എന്നെ കളഞ്ഞിട്ട് പോയി. അവൾക്കും ഇത് പകരുമെന്ന് പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ആരെയും പിന്നെ പ്രണയിക്കാൻ പോയിട്ടില്ല എന്നുള്ള കാര്യം ജ്യോതിഷ് പറയും. എന്നാൽ അത് കേട്ടിട്ട് സന്ധ്യ പറയുന്നതോ, ഞാൻ നിന്നെ ഒരിക്കലും വിട്ടിട്ട് പോകില്ല എന്നായിരുന്നു. അതോടുകൂടി സന്ധ്യയ്ക്ക് ജ്യോതിഷിനോടുള്ള ഇഷ്ടത്തിൽ അവൾ അത്രയ്ക്കും സ്ട്രോങ് ആണെന്നുള്ള കാര്യം ജ്യോതിഷിന് മനസ്സിലായി. ജ്യോതിഷിനും അതൊരുപാട് സന്തോഷമാകുന്നു. കാരണം അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവനെ ഒരാൾ അത്രയ്ക്കും വേണ്ടിയിട്ട് അക്സെപ്റ്റ് ചെയ്തതും. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവരൊരുമിച്ച് കറങ്ങി നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും ഇപ്പോൾ ലവേഴ്സ് ആണല്ലോ. അങ്ങനെ ഒരു സൺഡേ നമുക്ക് പുറത്തു പോകാമെന്ന് സന്ധ്യ പറയുമ്പോൾ, അയ്യോ എനിക്ക് പറ്റില്ല, അന്ന് വർക്കുണ്ടെന്ന് അവൻ കള്ളം പറയും. അവൻ കള്ളം പറയുകയാണെന്ന് സന്ധ്യയ്ക്ക് മനസ്സിലായി. ഇപ്പോഴും നീ എന്നോട് കള്ളം പറയുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ സത്യം തുറന്നു പറയുന്നു. നീ എന്താ സിനിമയിൽ നിനക്ക് ചാൻസ് കിട്ടി എന്നുള്ളത് മുൻപേ എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനേ മുൻപൊരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. പക്ഷേ ഞാൻ അഭിനയിച്ച സീൻ മാത്രം അവർ സിനിമ റിലീസായ സമയത്ത് കട്ട് ചെയ്ത് മാറ്റിയിരുന്നു. അതിലെല്ലാവരും എന്നെ കളിയാക്കി. അതുകൊണ്ടാ ഞാൻ ആരോടും ഇത് പറയാതിരുന്നത് എന്നുള്ള കാര്യവും ജ്യോതിഷി പറയുന്നു. അങ്ങനെ അവനെ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയതും സന്ധ്യയായിരുന്നു. പക്ഷെ അവിടെ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ട് ജ്യോതിഷ് വല്ലാതെ വിറയ്ക്കുവാനായും തുടങ്ങി. നീ നന്നായിട്ട് പോയി അഭിനയിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞു വിടുന്നതും സന്ധ്യയായിരുന്നു. അതേസമയം തന്നെ മുൻപത്തെ ഓഡിഷനിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ട ഒരു പയ്യനും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരവിടെ വന്നപ്പോഴാണ് അതൊരു സ്ട്രൈക്കിൽ പങ്കെടുക്കുന്ന കൂട്ടത്തിൽ ഒരാളാണ് ജ്യോതിഷും ഈ പയ്യനുമെന്ന് അവർക്ക് മനസ്സിലായി. അത് കണ്ട് ദേഷ്യം വന്ന ജ്യോതിഷു ഉടനെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറിനോട് ചോദിക്കും, ഇതിനു വേണ്ടിയിട്ടാണോ അന്ന് രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞ് 500 രൂപ വാങ്ങിയത് എന്ന് പറഞ്ഞ് അവൻ വല്ലാതെ ബഹളമുണ്ടാക്കും. എന്നാൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആണെങ്കിലോ, എന്നാൽ ശരി, നീ വാ, നീ അഭിനയിക്കുന്നൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ പിടിച്ചു കൊണ്ടുവന്ന് നിർത്തും. അതേസമയം തന്നെയായിരുന്നു ക്യാമറമാൻ ജ്യോതിഷിനെ കണ്ടതും, ഇവനെയൊക്കെ ആരാ ഫ്രണ്ടിൽ പിടിച്ചുകൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്, ഇത് വല്ല പ്രേതപടമാണോ ഷൂട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവന് വീണ്ടും വല്ലാതെ അപമാനിക്കുന്നു. അവനെ ഉടനെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ പിടിച്ച് ഏറ്റവും പുറകിൽ കൊണ്ടുവന്ന് നിർത്തും. അത്രയും ആളുകൾക്കിടയിൽ വെച്ച് അപമാനപ്പെട്ട ജ്യോതിഷാണെങ്കിലോ ജീവിതമേ വെറുതെ പോയി എന്നൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. അവൻ അത്രയ്ക്കും വേണ്ടിയിട്ട് മനസ്സിൽ വല്ലാത്ത സങ്കടമുണ്ടായി. ആ സങ്കടത്തോടു കൂടിയാണ് അവൻ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോഴേക്കും അവന്റെ അച്ഛൻ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയായിരുന്നു. ജ്യോതിഷ് അഭിനയിച്ച ഷോർട്ട് ഫിലിം അച്ഛൻ കണ്ടിരുന്നു. അത് പറഞ്ഞാണ് അച്ഛൻ ആഘോഷിക്കുന്നതും. ദേ, നിന്റെ മകൻ അഭിനയിച്ച ഷോർട്ട് ഫിലിം കണ്ടോ എന്ന് പറഞ്ഞ് അമ്മയെ കാണിക്കുമ്പോഴും അമ്മ അച്ഛനോട് വല്ലാതെ ദേഷ്യപ്പെടുന്നു. നിങ്ങളോ ഇങ്ങനെ ആയിപ്പോയി, ഇനി അവനെ കൂടി സിനിമാ ഭ്രാന്ത് തലയിൽ കയറ്റണോ എന്ന് പറഞ്ഞ് അമ്മ വഴക്ക് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. അമ്മയ്ക്ക് ഒട്ടും തന്നെ ഇതിലൊന്നും താല്പര്യമില്ലാത്ത കേസാ. ഇനി നീ സിനിമയെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല എന്ന് അമ്മ ജ്യോതിഷിനോട് പറയും. സിനിമാ സെറ്റിൽ നിന്നും അപമാനപ്പെട്ട് വീട്ടിലെത്തിയപ്പോഴോ വീട്ടിലും അതിനപ്പുറം പ്രശ്നം. ഒത്തിരി സമാധാനം കിട്ടുമല്ലോ എന്ന് കരുതി കൂട്ടുകാർക്കടുത്ത് വന്നപ്പോഴോ അവന്റെ ഷോർട്ട് ഫിലിം കണ്ട ശ്യാം പറയുന്നത്, എടാ പാണ്ഡേ, നീ അഭിനയിക്കുന്നു, നിനക്ക് ഗേൾ ഫ്രണ്ടായി, ഇനി എന്ത് വേണമെന്ന് ചോദിക്കും. എന്നെ ഇനി പാണ്ഡേ എന്ന് വിളിക്കരുതെന്ന് ജ്യോതിഷ് പറയുമ്പോഴോ, പാണ്ഡേനെ പിന്നെ പാണ്ഡേ എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കാനാന്ന് പറഞ്ഞ് അവന്മാര് വീണ്ടും പാണ്ഡേ എന്ന് വിളിച്ച് തന്നെ അവനെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. പണ്ട് മുതലേ എല്ലാവരും അവനെ പാണ്ഡേ എന്ന് വിളിച്ചാണ് കളിയാക്കുന്നത്.
എന്നാൽ അവന്റെ മാനസികാവസ്ഥയ്ക്ക് ഇപ്പോൾ അത് കേൾക്കുന്നത് അത്ര ശരിയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൂട്ടുകാരുമായിട്ട് ആദ്യം വാക്കുതർക്കത്തിൽ തുടങ്ങി അവസാനം അത് ഉന്തിലും തള്ളിലും അവസാനിച്ചു. അങ്ങനെ കൂട്ടുകാരുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് അവൻ നേരെ പോയത് സന്ധ്യയ്ക്കടുത്തേക്കായിരുന്നു. അവൻ ഇപ്പോഴുള്ള ഏക ആശ്വാസം സന്ധ്യയായിരുന്നു. എന്നാൽ സന്ധ്യ ചോദിക്കുന്നത്, നിന്നെ കളിയാക്കുന്ന എല്ലാവരെയും നീ തല്ലാൻ പോകുമോ? നിന്റെ കൂട്ടുകാരിപ്പോൾ കളിയാക്കി, നാളെ നാട്ടിലുള്ളവർ കളിയാക്കിയാലും നീ അവരെ എല്ലാവരെയും അടിക്കാൻ പോകുമോ? അതല്ല നീ ചെയ്യേണ്ടത്. നീ ആദ്യം ജീവിതത്തിൽ മുന്നേറുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കേ. ആരും പറയുന്നത് നീ ചെവി കൊള്ളണ്ട എന്നും സന്ധ്യ പറയുന്നു. അങ്ങനെ സന്ധ്യ മോട്ടിവേറ്റ് ചെയ്തതിൽ അവന് കുറച്ച് ആശ്വാസം കിട്ടി. പിന്നീട് അവർ നല്ല രീതിക്ക് പ്രണയിച്ച് നടക്കുകയായിരുന്നു. ഒരു ദിവസം സന്ധ്യയെ കാണുന്നതിന് വേണ്ടിയിട്ട് ജ്യോതിഷാണെങ്കിലോ അവളുടെ വീടിന്റെ പരിസരത്തേക്ക് എത്തിയിരുന്നു. അവർ രണ്ടുപേരും റൊമാൻസ് ചെയ്തിട്ട് ഉടനെ തന്നെ അവിടുത്തെ മതിലും ചാടി പുറത്തേക്ക് ഇറങ്ങുവാൻ നോക്കുന്ന ജ്യോതിഷ് നേരെ വന്ന് ചാടിയതോ സന്ധ്യയുടെ അച്ഛന്റെ കാറിന് മുന്നിലായിരുന്നു. അപ്പോഴാണ് സന്ധ്യയുടെ അച്ഛൻ സിംഗപ്പൂരിൽ നിന്ന് വന്നതും കൂടെ സന്ധ്യയുടെ മാമന്റെ മകനായ ശക്തിയും ഉണ്ടായിരുന്നു. ആരാടാ നീ, മോഷ്ടിക്കാൻ വന്നതാണോ എന്ന് ചോദിക്കും. അല്ല, ഞാൻ എന്റെ കൂട്ടുകാരനായ ശ്യാമിനെ കാണാൻ വന്നതാണെന്ന് പറയുന്നു. അല്ല, ഇവൻ കള്ളനാ, ഇവന്റെ മുഖം കണ്ടാലേ അറിയാം കള്ള ലക്ഷണം, ഇവന്റെ മുഖം നോക്കിയേ, ഇവൻ കള്ളനാ എന്നൊക്കെ പറഞ്ഞ് ശക്തിയാണെങ്കിലോ അവനെ അപമാനിക്കും വിധം അവന്റെ രൂപത്തെ വെച്ചാണ് സംസാരിക്കുന്നതും. എന്നാൽ ഉടനെ തന്നെ സന്ധ്യയുടെ അമ്മ വന്നിട്ട് പറയുന്നത്, ഇതേ നമ്മുടെ ഓണറിന്റെ മകനായ ശ്യാമിന്റെ കൂട്ടുകാരനാ. സന്ധ്യയുടെ അമ്മ അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ സന്ധ്യയുടെ അച്ഛനും ശക്തിയും അവനെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് ചെയ്തതും. എന്നാൽ സന്ധ്യ ഒന്നും മിണ്ടാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ട് ജ്യോതിഷിന് വല്ലാതെ വിഷമമായാണ് അവൻ അവിടെ നിന്ന് പോയതും. അത് മനസ്സിലാക്കിയ സന്ധ്യ അടുത്ത ദിവസം തന്നെ ജ്യോതിഷിനെ കാണുവാനായിട്ട് സൂപ്പർ മാർക്കറ്റിലെത്തി. എന്നാൽ ജ്യോതിഷാണെങ്കിലോ അവളോട് മിണ്ടുവാനെയും കൂട്ടാക്കിയതേയില്ല. എന്നാൽ അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ജ്യോതിഷിനടുത്ത് ചെല്ലുമ്പോഴും, നീ എന്താ വാ തുറന്ന് പറയാത്തത്, ഞാൻ നിന്നെ കാണാനാണ് വന്നതെന്ന്, എനിക്ക് ഈ ഒരു ബന്ധത്തിന് താല്പര്യമില്ല എന്ന മട്ടിലാണ് അവൻ സംസാരിച്ചതും. അവൻ സങ്കടപ്പെടുന്നതിന് കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ സന്ധ്യയാണെങ്കിലോ വേറെ ഒന്നും പറയാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ചെയ്തതും. അന്നേ ദിവസം ജോലി കഴിഞ്ഞ് നടന്നു പോകുന്ന ജ്യോതിഷാണെങ്കിലോ നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് പോകുന്നതും. അതേസമയം തന്നെ അവന് മുന്നിലേക്ക് ഒരു കാറ് വന്നു നിൽക്കും. അത് മറ്റാരുമല്ല, ശക്തിയും കൂട്ടുകാരുമായിരുന്നു. സന്ധ്യയ്ക്ക് ജ്യോതിഷിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം ശക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. കുട്ടിക്കാലം മുതലേ സന്ധ്യയെ ഞാൻ പ്രേമിക്കുക, എന്നിട്ട് ഇതിനിടയിൽ വന്ന് ഗോളടിക്കാൻ നീ ആരാടാന്ന് ചോദിച്ചാണ് അവനെ തല്ലുന്നതും. എന്നാൽ ആ പരിസരത്ത് തന്നെ ജ്യോതിഷിന്റെ കൂട്ടുകാരൻ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരാരും തന്നെ ജ്യോതിഷിനെ തല്ലുന്നത് കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നതേയില്ല. എന്നാൽ ഒരു ഘട്ടത്തിൽ ശക്തിയാണെങ്കിലോ തന്റെ കയ്യിൽ കിടന്ന വളയൂരി അവന്റെ മുഖത്തേക്ക് ഇടിക്കുവാനായി പോകുന്ന സമയം നോക്കി തന്നെ ഒരു ബോൾ വന്ന് ശക്തിയുടെ കയ്യിൽ കൊള്ളുന്നു. ശക്തി കരുതിയത് ആരോ കളിത്തമാശയ്ക്ക് അറിയാതെ എറിഞ്ഞതെന്നാ. നോക്കി കളിക്കുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ വള കൊണ്ട് ജ്യോതിഷിന്റെ മുഖത്തേക്ക് ഇടിക്കുവാനായി പോയതും ഉടനെ തന്നെ ശക്തിയുടെ നെറ്റിയിലാണ് ബോൾ വന്ന് പതിച്ചതും. നോക്കുമ്പോഴോ ബോളിൽ കല്ലുപോലെ എന്തോ കെട്ടിവെച്ചിട്ടുണ്ട്. അതോടുകൂടി ശക്തി ബോധം കെട്ട് വീഴും. ആരാണ് ഇതിന് പിന്നിലെന്ന് ജ്യോതിഷിന് മനസ്സിലായി. വേഗം ഇവരെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പൊയ്ക്കോ, അല്ലെങ്കിൽ അടുത്ത ബോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല എന്ന് ജ്യോതിഷി പറഞ്ഞതും ഉടനെ തന്നെ ഒരു റബ്ബർ പന്ത് വന്ന് കാറിന്റെ ഹെഡ്ലൈറ്റിൽ കൊണ്ടതും ഹെഡ്ലൈറ്റ് പൊട്ടിപ്പോകുന്നു. അതെറിഞ്ഞത് ജ്യോതിഷിന്റെ അളിയനായിട്ടുള്ള ഗണേശായിരുന്നു. ശക്തിയുടെ കൂട്ടുകാരാണെങ്കിലോ അവനെയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അതേസമയം ജ്യോതിഷിന്റെ കൂട്ടുകാർ അടുത്ത് വന്നിട്ട് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് അവനെയും വിളിച്ച് മാറ്റിയിരുത്തുകയാണ്. അതേസമയം ജ്യോതിഷിന് കുടിക്കുവാനുള്ള വെള്ളവുമായിട്ട് ഗണേശും എത്തുന്നുണ്ട്. അങ്ങനെ ഗണേശുമായിട്ടുള്ള പ്രശ്നമെല്ലാം ഒത്തു തീർത്ത് അവരെല്ലാവരും ഒന്നിക്കുകയാണ്. ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ലെന്ന് കരുതി ജ്യോതിഷ് വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് പാസ്പോർട്ട് എടുക്കുവാനായി പോകുന്ന സമയം അവനൊരു കോൾ വരികയാണ്. ഞങ്ങളുടെ ഡയറക്ടറിന് നിങ്ങളുടെ ഷോർട്ട് ഫിലിം കണ്ട് നിങ്ങളുടെ അഭിനയം ഒരുപാട് ഇഷ്ടമായി. തൃശ്ശൂരിൽ വെച്ച് ഒരു ഓഡിഷൻ നടക്കുന്നുണ്ട്, അവിടേക്ക് വരാൻ കഴിയുമോ എന്ന് ചോദിക്കും. അത് കേട്ടതും ജ്യോതിഷനാണെങ്കിലോ അവസരങ്ങൾ വീണ്ടും വീണ്ടും തന്നെ തേടിയെത്തുകയാണല്ലോ. ഒരു കൈ നോക്കാമെന്ന് കരുതി അവൻ ഉടനെ തന്നെ പാസ്പോർട്ട് എടുക്കുവാൻ പോകുന്ന ആ ഒരു കാര്യം അവിടെ ഉപേക്ഷിച്ച് ഓഡിഷൻ നടക്കുന്ന സ്ഥലത്തേക്കും പോകുന്നു. അപ്പോൾ അവിടേക്ക് ഡയറക്ടർ മാത്രമല്ലായിരുന്നു, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള മുൻപ് അവനെ കളിയാക്കിയ ആളില്ലേ, അയാളും ഉണ്ടായിരുന്നു. ജ്യോതിഷിനെ കണ്ടതും ആ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ മുഖം വല്ലാതെയാകുന്നുണ്ട്. അതേ സമയം തന്നെ പ്രൊഡ്യൂസറും അവിടേക്ക് വരും. ഇന്ന് ഞാൻ തന്നെ ഓഡിഷൻ നടത്താമെന്ന് പറഞ്ഞ് ജ്യോതിഷിനോട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു. കരയും ചിരിക്ക് അങ്ങനെ അങ്ങനെയൊക്കെ വെപ്രാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ജ്യോതിഷനാണെങ്കിലോ അതൊന്നും പെട്ടെന്ന് പറഞ്ഞപ്പോൾ ചെയ്യാനായില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും അവന്റെ രൂപത്തെ പറ്റി പറഞ്ഞിട്ട് അപമാനിച്ചാണ് പ്രൊഡ്യൂസർ അവനെ അവിടെ നിന്നും ഇറക്കി വിട്ടത്. സത്യത്തിൽ അത് ഡയറക്ടറിന്റെ ഇഷ്ടത്തോടു കൂടി അല്ല അതെന്ന് നടന്നത്. ഡയറക്ടറിനും ജ്യോതിഷിന്റെ അവസ്ഥയോർത്ത് നല്ല വിഷമമുണ്ടായിരുന്നു. വീണ്ടും അവൻ അപമാനപ്പെട്ട് തിരികെ വരും. അന്നേ ദിവസം തന്നെ ജ്യോതിഷിന്റെ അച്ഛനും അമ്മയും ഒക്കെ അവന്റെ സഹോദരിയായിട്ട് മിണ്ടിയ സമയമായിരുന്നു. കാരണം അവൾ പ്രഗ്നന്റ് ആണ്. അങ്ങനെ സഹോദരിയാണെങ്കിൽ കുറച്ച് ബിരിയാണിയുമായിട്ട് ജ്യോതിഷിന്റെ വീട്ടിൽ വന്ന സമയം
അപ്പോഴായിരുന്നു ജ്യോതിഷ് തിരികെ വീട്ടിലേക്ക് എത്തിയതും. അവൻ പാസ്പോർട്ട് എടുക്കാനല്ല പോയത്, ഓഡീഷനാണ് പോയതെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ എല്ലാവരുടെയും മുന്നിലിട്ട് അവനെ തല്ലുകയും ഒക്കെ ചെയ്തു. അമ്മയാണെങ്കിലോ വീടിന്റെ കാര്യമൊക്കെ പറഞ്ഞാണ് അവനെ തല്ലുന്നതും. സ്വന്തമായിട്ട് എങ്ങനെയെങ്കിലും വീട് വെക്കണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. അത് പറഞ്ഞാണ് അവനെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരുന്നതും. അതുകൊണ്ട് തന്നെ ജ്യോതിഷ് അമ്മയുമായിട്ട് വഴക്കിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. അടുത്ത ദിവസമായിട്ടും അവനെ കാണുന്നതേയില്ല. മാത്രമല്ല അടുത്ത ദിവസം സന്ധ്യയുടെ വീടിന്റെ പാലുകാച്ചി നടക്കുന്ന സമയമായിരുന്നു. ശ്യാമും കൂട്ടരും ഉടനെ തന്നെ സന്ധ്യയെ വിളിച്ചിട്ട് ജ്യോതിഷ് അവിടെയെങ്ങാനും വന്നോന്ന് തിരക്കും. അവൻ ഇന്നലെ മുതൽ കാണാനില്ല എന്ന് പറയുമ്പോൾ സന്ധ്യ അവനെ അന്വേഷിച്ച് അവൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി. ജ്യോതിഷ് എന്ത് വിഷമം വന്നാലും പോയിരിക്കുന്ന ഒരു സ്ഥലം സന്ധ്യയ്ക്ക് അറിയാമായിരുന്നു. അതേ സ്ഥലത്തേക്ക് സന്ധ്യ വന്ന് നോക്കുമ്പോൾ അവിടെ ജ്യോതിഷ് ഇരിക്കുന്നുണ്ട്. അവൻ വല്ലാത്ത സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നതും. സന്ധ്യ അവനെ ഒരുപാട് വഴക്ക് പറയും. എന്നാൽ ജ്യോതിഷാണെങ്കിലോ പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിച്ച് കരയും. അവന്റെ മനസ്സിന് താങ്ങാനാകാത്ത സങ്കടമുണ്ടെന്നുള്ള കാര്യം സന്ധ്യയ്ക്ക് മനസ്സിലായിരുന്നു. ഇവനെ ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല എന്ന് കരുതി അവനെ കല്യാണം കഴിക്കുവാനായിട്ടും സന്ധ്യ തീരുമാനിക്കുന്നു. അവനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയ സന്ധ്യയാണെങ്കിലോ എത്രയും വേഗം റെഡിയായി എന്റെ വീട്ടിൽ വാ, പെണ്ണ് ചോദിക്കുവാനായിട്ടെന്നും അവൾ പറഞ്ഞിട്ട് പോകുന്നു. അവൻ സന്തോഷത്തോടു കൂടി ചിരിച്ചു കളിച്ച് കയറി വരുന്നത് കണ്ട് അച്ഛനും അമ്മയ്ക്കും കാര്യം മനസ്സിലായി. അങ്ങനെ കുളിച്ച് റെഡിയായി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നേരെ പാലുകാച്ചി നടക്കുന്ന വീട്ടിലേക്ക് വരും. ജ്യോതിഷിനെ കണ്ടതും ശക്തി ദേഷ്യപ്പെട്ട് നീ എന്തിനാടാ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടാ വന്നത്, ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാണെന്നും സന്ധി പറയുന്നു. അവളുടെ അച്ഛനോട് അവൾ മുൻപേ ആ കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ ശക്തിയാണെങ്കിൽ ജ്യോതിഷിനെ തല്ലുവാനായി വരുന്ന സമയം തന്നെയായിരുന്നു ജ്യോതിഷിന് സപ്പോർട്ടായിട്ട് അവന്റെ കൂട്ടുകാർ പുറത്തു നിൽക്കുന്നത് ശക്തി കണ്ടതും. അതോടുകൂടി ഒന്നും പറയുവാൻ കഴിയാതെ ശക്തി അവന്റെ വീട്ടുകാരെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ സന്ധ്യയുടെ അച്ഛനാണെങ്കിലും ജ്യോതിഷിനെ വിളിച്ചിരുത്തി സംസാരിക്കുകയാണ്. അവന്റെ ജോലി സൂപ്പർ മാർക്കറ്റിലാണെന്ന് അറിഞ്ഞതോടുകൂടി സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നവനൊന്നും ഞാൻ എന്റെ മകളെ കെട്ടിച്ചു കൊടുക്കില്ല എന്നും സന്ധ്യയുടെ അച്ഛൻ പറയുന്നു. അത് മാത്രമല്ല ഞാൻ ആക്ടറാകാൻ ട്രൈ ചെയ്യുകയാണെന്ന് പറഞ്ഞതോടുകൂടി അച്ഛൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഈ ഒരു കാര്യങ്ങളെല്ലാം ജ്യോതിഷാണെങ്കിലോ ഗണേഷിനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം പെട്ടെന്ന് തന്നെ ഗണേഷ് കുഴഞ്ഞു വീഴുന്നു. ഗണേഷിന് അറ്റാക്ക് വന്ന് ഗണേഷ് മരണപ്പെട്ടു പോയി. അതോടുകൂടി എല്ലാവരും ആകെ തകർന്നു പോയി. കാരണം അവന്റെ സഹോദരിയാണെങ്കിൽ ഇപ്പോൾ പൂർണ്ണ ഗർഭിണി കൂടിയാണ്. ഗണേഷും മരണപ്പെട്ടു. ഇനി എന്ത് ചെയ്യാനെന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് അവന്റെ ഫാമിലി മുഴുവൻ. അപ്പോഴാണ് ജ്യോതിഷ് ഗണേഷ് ഓടിച്ചിരുന്ന ഓട്ടോ കണ്ടതും. അങ്ങനെ ജ്യോതിഷാണെങ്കിലോ അന്നു മുതൽ ഗണേഷിന്റെ ഓട്ടോ ഓടിക്കുവാനായും തുടങ്ങി. അവന്റെ കൂട്ടുകാരാണെങ്കിൽ സങ്കടത്തോടെയാണ് അവനെ നോക്കുന്നതും. അങ്ങനെ ഒരിക്കൽ ഓട്ടം പോയിട്ട് വരുന്ന വഴിയിൽ വെച്ച് ആദ്യമായിട്ട് അവനെ ഫോൺ വിളിച്ച ആ ഒരു ഡയറക്ടറില്ലേ, ആ ഡയറക്ടറിനെ കാണുന്നു. സിനിമയുടെ കാര്യങ്ങളൊക്കെ എന്തായിന്ന് ജ്യോതിഷ് ഡയറക്ടറിനോട് ചോദിക്കുമ്പോൾ ആ പ്രൊഡ്യൂസറുമായിട്ട് ഞങ്ങൾ പിരിഞ്ഞു, പുതിയ പ്രൊഡ്യൂസറിനെ തപ്പി ഇറങ്ങിയതാ, പുള്ളിക്കാരൻ ഓക്കെ ആയി, നെപ്പോ കിഡ്സിനെ വെച്ചൊന്നും ഇനി സിനിമ ചെയ്യുന്നില്ല, പുതുമുഖങ്ങളെ മാത്രമേ ഞാനിനി അഭിനയിപ്പിക്കുന്നുള്ളൂ, ഒരു ഓഡിഷൻ നടത്തുന്നുണ്ട്, നീയും ഓഡിഷന് പങ്കെടുക്കുവാൻ വരാനായിട്ട് ജ്യോതിഷിനോട് ഡയറക്ടർ പറയുന്നു. എന്നാൽ ജ്യോതിഷ് ആണെങ്കിലോ അന്നത്തെ ആ ഒരു പ്രശ്നം മനസ്സിലിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇനി വരുന്നില്ല, എന്നെക്കൊണ്ട് ഇനി അതിനൊന്നും പറ്റില്ല, ഇപ്പോഴത്തെ എന്റെ സാഹചര്യം കണ്ടില്ലേ എന്നും ജ്യോതിഷ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ സ്റ്റാൻഡിലെത്തിയ ജ്യോതിഷാണെങ്കിൽ ഡയറക്ടർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നതും. തനിക്കിനി ഒരു അവസരം കൂടി കിട്ടുകയാണല്ലോ എന്നും അവൻ ചിന്തിക്കുന്നു. കാരണം അവനെ അവസരങ്ങൾ തേടി വരികയാണല്ലോ. അതുകൊണ്ട് തന്നെ ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ച് അടുത്ത ദിവസം തന്നെ ഡയറക്ടറിനെ കാണുവാനായും പോയി. പക്ഷേ അവിടെ ആ പഴയ അസിസ്റ്റന്റ് ഡയറക്ടറിലെ അയാൾ ഉണ്ടായിരുന്നു. അയാളാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഡയറക്ടറിന്റെ ആ ഒരു സിനിമയിലെ ഏതെങ്കിലും ഒരു അവസരം നേടിയെടുക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നത്. എന്നാൽ അയാളാണെങ്കിൽ നല്ലോണം അഭിനയിക്കാത്തത് കൊണ്ട് തന്നെ ഡയറക്ടർ ആണെങ്കിലോ അയാളെ മൈൻഡ് ചെയ്യുന്നതേയില്ല. അസിസ്റ്റന്റ് ഡയറക്ടറിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടേക്ക് കയറി വന്ന ജ്യോതിഷിന് ഒരു റോള് കൊടുക്കുകയാണ്. ജ്യോതിഷ് ആദ്യമേ വന്നതൊന്നും അസിസ്റ്റന്റ് ഡയറക്ടറിന് ഇഷ്ടമായതേയില്ല. മാത്രവുമല്ല ജ്യോതിഷിന് കൊടുത്ത റോള് കേട്ടിട്ട് ഇത് എനിക്ക് തന്നാൽ ഞാൻ ഇത് നന്നായി ചെയ്യുമെന്ന് പറഞ്ഞ് ഉടനെ തന്നെ ആ റോള് ചെയ്ത് കാണിക്കുവാനായി തുടങ്ങും. പക്ഷേ ഡയറക്ടർ ആണെങ്കിൽ അവനെ അവിടെ നിന്ന് മാറ്റി നിർത്തി. ജ്യോതിഷ് അഭിനയിക്കുവാനായി തുടങ്ങുന്നത് കണ്ടതും അസിസ്റ്റന്റ് ഡയറക്ടറിന് ഈഗോ ഇളവി. ഉടനെ തന്നെ അവിടെ കിടന്ന കസേരയെടുത്ത് ജ്യോതിഷിനെ ഒരുപാടടിക്കുന്നു. അതിൽ ജ്യോതിഷിന്റെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞു പോവുകയാണ്. ജ്യോതിഷിന് അടി കിട്ടുന്നതെല്ലാം അവർ റെക്കോർഡ് ചെയ്തു വെച്ചിരുന്നത് ന്യൂസിലൊക്കെ വ്യാപിക്കുന്നു. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ജ്യോതിഷിനെ കാണുവാൻ വേണ്ടിയിട്ട് ഡയറക്ടറും കൂട്ടുകാരും ഒക്കെ വരികയാണ്. സിനിമയുടെ കാര്യം എന്തായി, ആ ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ ഞാൻ വരാമെന്നൊക്കെ ജ്യോതിഷ് പറയുമ്പോൾ നീ ഇപ്പോൾ നിന്റെ ഹെൽത്തിന്റെ കാര്യം നോക്ക്, അതാണ് നല്ലതെന്നും ഡയറക്ടർ പറയുന്നു. എന്നാൽ ജ്യോതിഷിനാണെങ്കിലോ തനിക്ക് കിട്ടിയ ആ ഒരു അവസരം അങ്ങനെ വിട്ടുകളയുവാനേയും തോന്നിയില്ല. എങ്കിൽ സാറേ എന്നെ ഇവിടെ വെച്ച് ഓഡിഷൻ നടത്തുമോ എന്ന് ചോദിക്കും. അങ്ങനെ ഡയറക്ടറാണെങ്കിൽ വേറെ വഴിയില്ലാതെ അവിടെ വെച്ച് ഓഡിഷൻ നടത്തുവാനേയും തീരുമാനിച്ചു. അവനൊരു കണ്ടന്റ് കൊടുക്കുകയാണ്.
ആ ഒരു കണ്ടന്റ് അവൻ അടിപൊളിയായിട്ട് അഭിനയിച്ചു. അതും അവിടെ നിൽക്കുന്നവരുടെ എല്ലാവരുടെയും കണ്ണു നിറയും പോലെയാണ് അവൻ അഭിനയിച്ചതും. ഡയറക്ടറിന് ഒന്നും പറയുവാനായിട്ട് വാക്കുകളേയില്ല. അവനെ സിനിമയിലേക്കും സെലക്ട് ചെയ്തിട്ടാണ് ഡയറക്ടർ അവിടെ നിന്ന് പോകുന്നതും. അവന്റെ അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു. ജ്യോതിഷിന്റെ അഭിനയം കണ്ട് അവന്റെ അച്ഛനും സന്ധ്യയ്ക്കും അവന്റെ കൂട്ടുകാർക്കുമെല്ലാം ഒരുപാട് സന്തോഷമാകുന്നു. അവരാരും പ്രതീക്ഷിക്കാത്ത വിധമാണ് അവൻ അഭിനയിച്ചതും. അവസാനം ജ്യോതിഷിന്റെ അമ്മയും അവന്റെ കഴിവിനെ അംഗീകരിക്കുകയാണ്. അങ്ങനെ കുറേ നാളുകൾ കടന്നുപോയി. ജ്യോതിഷ് അഭിനയിച്ച സിനിമ ഇപ്പോൾ തിയേറ്ററിൽ പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ്. അതും ജ്യോതിഷിന്റെ കഥ തന്നെയാണ്. ജ്യോതിഷ് അഭിനയിച്ച സിനിമ ഹൗസ്ഫുള്ളായി ഓടുകയാണ്. അത് കാണുവാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർ എത്തിയിട്ടുണ്ട്. ജ്യോതിഷിന്റെ കഥ തന്നെയാണ് അവർ സിനിമയായി എടുത്തിരിക്കുന്നതും. തിയേറ്ററിനുള്ളിലേക്ക് കയറിയ ജ്യോതിഷ് എല്ലാവരെയും നോക്കി കാണുകയാണ്. എല്ലാവരും കൈയടിക്കുകയും വിസിലടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് സന്തോഷം കൊണ്ട് ജ്യോതിഷിന്റെ കണ്ണ് നിറയുന്നു. അങ്ങനെ ജ്യോതിഷ് അഭിനയിച്ച ആ ഒരു സിനിമയുടെ ബാനർ കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എന്റെ എക്സ്പ്ലനേഷനും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.